മലയാളി IS ഭീകരൻ സുബ്ഹാനി ഹാജ മൊയ്തീന്റെ ശിക്ഷാ ഇളവിനെതിരായ അപ്പീൽ നടപടികൾക്ക് തുടക്കമിട്ട് NIA. നിയമവിദഗ്ധരുടെ പാനൽ തുടർ നിയമ നീക്കങ്ങൾ ആലോചിക്കും. കൊച്ചി NIA കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ ഹൈക്കോടതി 10 വർഷമായി ഇളവ് ചെയ്തിരുന്നു. കേരളത്തിലെ ആദ്യ IS റിക്രൂട്ട്മെന്റ് കേസ് പ്രതി ബിഹാർ സ്വദേശിക്ക് ശിക്ഷാ ഇളവ് ലഭിച്ചതും പിന്നീട് പുനഃസ്ഥാപിച്ചതും NIA ചൂണ്ടിക്കാട്ടുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് NIAയുടെ തീരുമാനം, അല്ലേ? KP സുബ്ഹാനി ഹാജ മൊയ്തീനെതിരായ നടപടികൾ, അതായത് ഇയാൾ ജയിൽ മോചിതനായി ശിക്ഷാ ഇളവോടുകൂടി വീണ്ടും സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം, അത് ഒഴിവാക്കുന്നതിനുള്ള നിയമ നീക്കങ്ങൾ തന്നെയാണ് ശക്തമായി ദേശീയ അന്വേഷണ ഏജൻസി ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തുന്നത്. നിയമവൃത്തങ്ങൾ പ്രത്യേകമായി തന്നെ പാനൽ രൂപീകരിച്ച് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നത്. കാരണം നിലവിൽ 2015 ഇയാൾ ഇറാഖിലെത്തി അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുന്നതും ഒപ്പം തന്നെ IS-ൽ പ്രവർത്തിച്ചുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. പരിക്ക് പറ്റിയതിനു ശേഷമാണ് തിരികെ വരുന്നത്. അങ്ങനെ 2015 സുബ്ഹാനി പിടിയിലാകുന്നു. ഇതിനു മുമ്പ് ഇവിടെ നിന്ന് രാജ്യം വിട്ടപ്പോൾ തന്നെ ഭീകരവാദ പ്രവർത്തനത്തിന് മലയാളി വിദേശത്തേക്ക് കടന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരുന്നു. പിന്നീടാണ് ഇയാൾ തിരിച്ചെത്തിയ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ സുബ്ഹാനി ചൂണ്ടിക്കാണിച്ചത് താൻ കഴിഞ്ഞ 9 വർഷമായി ജയിലിൽ തുടരുകയാണ്, തനിക്ക് മാനസാന്തരത്തിനുള്ള സമയമുണ്ട്, ചെറുപ്പമാണ്, അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവ് വേണം. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേക കോടതി തനിക്ക് നൽകിയിരിക്കുന്ന ജീവപര്യന്തം തടവ് എന്നതിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു. തുടർന്ന് ഹൈക്കോടതിയാണ് ജീവപര്യന്തം തടവിനെ 10 വർഷമായി കുറച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയത്. ഇതാണ് ദേശീയ അന്വേഷണ ഏജൻസി ശക്തമായി തന്നെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. മാത്രമല്ല, സമാനമായ മറ്റു ചില കേസുകളിൽ സുപ്രീം കോടതിയിൽ പോയപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് അനുകൂലമായ കോടതി വിധികൾ വരികയും ചെയ്തിട്ടുണ്ട്. യാസിൻ അഹമ്മദ് എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഭീകരവാദ കേസിൽ റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു, വിദേശത്തേക്ക് ഭീകരവാദികളെ റിക്രൂട്ട് ചെയ്ത കേസിൽ വിശദമായ ഒരു അന്വേഷണമായിരുന്നു അന്ന് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയതും. യാസ്മിൻ അഹമ്മദ് എന്ന സ്ത്രീ ഭീകരവാദ റിക്രൂട്ട്മെന്റ് നടത്തിയെന്ന് കണ്ടെത്തുകയും തുടർന്ന് 7 വർഷം കഠിന തടവിന് ഇവരെ കൊച്ചി NIA കോടതി ശിക്ഷിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇവർ അപ്പീൽ നൽകുകയും സുപ്രീം കോടതി അത് 7 വർഷം എന്നത് 3 വർഷമായി ചുരുക്കി നൽകി. ഇതിനെതിരെ ദേശീയ അന്വേഷണ ഏജൻസി നൽകിയ അപ്പീൽ സുപ്രീം കോടതി പരിഗണിക്കുകയും അങ്ങനെ സുപ്രീം കോടതി അത് 7 വർഷം തന്നെയായി നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ അവർ ആ ശിക്ഷാ കാലാവധിയും പൂർത്തിയാക്കിയാണ് തിരികെ ബീഹാർ സ്വദേശിയായി അവർ ബീഹാറിലേക്ക് മടങ്ങേണ്ടി വന്നത്. ഈ ഒരു സമാനമായ സാഹചര്യങ്ങൾ, കോടതി വിധികളെല്ലാം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി സുപ്രീം കോടതിയെ ബോധിപ്പിക്കും. ഇത്തരത്തിൽ കൊടും ക്രിമിനലായ, കൊടും ഭീകരവാദിയായ ഒരാൾ നാട്ടിലിറങ്ങി നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്, അത് തെറ്റായ സന്ദേശം നൽകും. മാത്രമല്ല, യുവാക്കളെ ഭീകരവാദത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ച ആളാണ് ഇത്തരത്തിൽ പുറത്തിറങ്ങാൻ പോകുന്നത്. സുബ്ഹാനി ഹാജ മൊയ്തീൻ യുവാക്കളെ ഭീകരവാദത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലയിടത്തും സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി സ്ഫോടക വസ്തുക്കളുടെ ശേഖരണമടക്കം നടത്തിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരാൾക്ക് ശിക്ഷ ഇളവ് നൽകരുത് എന്ന കടുത്ത വാദം തന്നെയായിരിക്കും ദേശീയ അന്വേഷണ ഏജൻസി ഉയർത്തുക. നിയമ നടപടികൾ കർക്കശമാക്കാൻ തന്നെയാണ് NIAയുടെ തീരുമാനം.